എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരാളാണോ? നിങ്ങൾ പാഷൻ അഥവാ അഭിനിവേശത്തോടുകൂടി ചെയ്യുന്ന ഒരാളാണോ? നമ്മൾ എന്ത് പ്രവൃത്തിയും ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ പരിസരം മറക്കുമെന്ന് പറയും. പണ്ട് വായിച്ചൊരു കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരു കുട നന്നാക്കുന്ന ഒരാളുണ്ടത്രേ. ഇദ്ദേഹം വളരെ പ്രായമുള്ളൊരു വ്യക്തിയാണ്. വീടുകൾ തോറും കയറി നടന്ന് കുട നന്നാക്കാനുണ്ടോ കുട. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ ഡയലോഗ് കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രായമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ടൗണിൽ വന്നിരുന്ന് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടാണ് കുട നന്നാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേരെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീയും ഒരു ഹസ്ബൻഡും മക്കളും താമസിക്കുന്നുണ്ട്. അയാളൊരു കുടിയനാണ്. എല്ലാ ദിവസവും വൈകിട്ട് വന്ന് ഈ സ്ത്രീയെ പിടിച്ച് തല്ലുകയും ചെയ്യും, മക്കളെ പിടിച്ച് തല്ലുകയും ചെയ്യും. ഇവരതിൽ ഇടപെടാൻ പോകാറില്ല. ഇവർ തമ്മിൽ പരിചയമുണ്ട്. നമ്മുടെ ഈ ചേട്ടൻ ആ ഗ്രാമത്തിൻ്റെ ചന്തയുടെ അവിടെ ഇരുന്ന് കുട നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ത്രീ, ഓപ്പോസിറ്റ് വീട്ടിലെ സ്ത്രീ, എന്തോ സാധനം വാങ്ങിക്കാൻ വന്ന കൂട്ടത്തിൽ അയൽവാസിയായ ചേട്ടനെ കാണുന്നത്. അടുത്ത് ചെന്ന് ചേട്ടാ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് നോക്കി, ചിരിച്ചു. ചേട്ടൻ അറിഞ്ഞോന്നറിയില്ല, ഇന്നലെ അവിടെ ശബ്ദമൊക്കെ, ഇന്നലെ ആ മനുഷ്യൻ വന്ന് എന്നെയും മക്കളെയൊക്കെ എടുത്ത് തല്ലി. അദ്ദേഹം ഇങ്ങനെ തലയാട്ടുന്നുണ്ട്, കുട നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു 5 മിനിറ്റോളം ഈ സ്ത്രീ അവരുടെ കഥ മുഴുവൻ പറഞ്ഞു. അവസാനം ആ സ്ത്രീ പറഞ്ഞു, ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം, വേറെ ആരുമില്ല ചോദിക്കാൻ. വൈകിട്ട് അദ്ദേഹം ഇന്ന് വരുമ്പോൾ ചേട്ടൻ അവിടെ വന്ന് ഒന്ന് സംസാരിക്കണം. അത് മാത്രമല്ല, ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നൊന്ന് പറയുകയും വേണം. ചേട്ടൻ വരുമല്ലോ അല്ലേ? ഈ പാവം മനുഷ്യൻ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചത്രേ, ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? കുട ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെയെന്ന്. ഒരു നിമിഷത്തേക്ക് ആ സ്ത്രീ ഒന്ന് പതറി നടന്നു പോയത്രേ. എവിടെയോ വായിച്ചതാണ്. പക്ഷെ അതിലൊരു വലിയ കാര്യമുണ്ടല്ലേ. ചില മനുഷ്യരുണ്ട്, അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അതിയായി ഇൻവോൾവ്മെൻറ്റോടുകൂടി ആസ്വദിച്ച് ചെയ്യുന്നവർ. അതിനെയാണ് ഈ യഥാർത്ഥ പാഷൻ അഥവാ അഭിനിവേശം എന്ന് പറയുന്നത്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ലോകം ചുറ്റുമുണ്ടെന്ന കാര്യം മറന്നു പോകുന്നു. അത്രയ്ക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്ത് നോക്കിയേ ഏത് തൊഴിലും സംരംഭത്തിലും വിജയമുറപ്പാണ്.